എല്ലാ പ്രിയപ്പെട്ടവർക്കും ജസ്ലാക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 80-90 കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്ന അതുല്യ പ്രതിഭകളെ നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വീഡിയോയിൽ. വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ പറഞ്ഞ സിനിമയായിരുന്നു അലി അക്ബർ കൂട്ടുകെട്ട് സംവിധാനം ചെയ്ത ജൂനിയർ മാൻഡ്രേക്ക്. ബെന്നി പി നായരമ്പലം തിരക്കഥ എഴുതിയ സിനിമ ഒരു പ്രതിമ മൂലം ഉണ്ടാകുന്ന പൊല്ലാപ്പുകളാണ് പറഞ്ഞത്. ഇപ്പോഴും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന നിരവധി രംഗങ്ങളാൽ സമ്പന്നമായിരുന്നു ജൂനിയർ മാൻഡ്രേക്ക്. എന്നാൽ ചെറിയ ഭയം ഇടയ്ക്കൊക്കെ പ്രേക്ഷകരിൽ നിറയ്ക്കുകയും ചെയ്തിരുന്നു. ജഗതി ശ്രീകുമാർ, രാജൻ പി ദേവ്, ജനാർദ്ദനൻ തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കളായി ആ സിനിമയിലെത്തിയത്. എങ്കിലും സിനിമയിൽ ജൂനിയർ മാൻഡ്രേക്കിന്റെ പ്രതിമയാണ് കൂടുതൽ സമയവും തിളങ്ങി നിന്നത്. പേടിപ്പിക്കുകയും ഒപ്പം ചിരിപ്പിക്കുകയും ചെയ്തൊരു കഥാപാത്രമായി പ്രതിമ ഈ സിനിമയിൽ മാറുന്നു. ഇപ്പോൾ പോലും സോഷ്യൽ മീഡിയ ട്രോളുകളിലും മറ്റും സിനിമയിലെ പ്രതിമ രംഗങ്ങൾ കാണാൻ കഴിയും. പ്രതിമയുടെ രൂപത്തിനുടമ ശരിക്കുള്ള ജൂനിയർ മാൻഡ്രേക്ക് സിനിമയിൽ കുറച്ച് രംഗങ്ങളിൽ മാത്രമാണ് വരുന്നതെങ്കിലും പ്രേക്ഷകർ ആ മുഖം ഒരിക്കലും മറക്കാനിടയില്ല. ആ മൊട്ടത്തലയൻ മുഖം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും. ജൂനിയർ മാൻഡ്രേക്ക് എന്ന ടൈറ്റിൽ കഥാപാത്രമായി സിനിമയുടെ ആദ്യ അവസാനം വരെ തിളങ്ങിയ നടൻ സിദ്ധരാജ് PK ആയിരുന്നു. 25 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ജൂനിയർ മാൻഡ്രേക്ക് സിനിമയിലെ കഥാപാത്രം മാത്രം മതി ഈ നടനെ എക്കാലവും പ്രേക്ഷകർ ഓർത്തിരിക്കുവാൻ. വില്യം ഗ്രാൻഡ് തീർത്ത തന്റെ ഓട്ടു പ്രതിമ തേടി വരുന്ന ജൂനിയർ മാൻഡ്രേക്ക്, പ്രശ്നമുണ്ടാക്കിയാൽ അടിച്ച് തലമണ്ട പൊളിക്കുമെന്ന് പറയുന്ന ജൂനിയർ മാൻഡ്രേക്ക് ഒരിക്കലും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് പോകില്ല. തൃശൂർ നാട്ടിക സ്വദേശിയായ സിദ്ധരാജിന്റെ ആദ്യത്തെ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമായിരുന്നു ആ സിനിമയിലേത്. സിനിമയുടെ തുടർച്ചയായി ഒരുക്കിയ സീനിയർ മാൻഡ്രേക്ക് എന്ന സിനിമയിലും സിദ്ധരാജ് അഭിനയിച്ചിരുന്നു. ബാലു കരിയത്ത് സംവിധാനം ചെയ്ത സുൽത്താൻ ഹൈദരാലി എന്ന സിനിമയിലൂടെയാണ് സിദ്ധരാജ് സിനിമയിലേക്ക് തുടക്കം കുറിക്കുന്നത്. അടുത്ത സിനിമയായിരുന്നു ജൂനിയർ മാൻഡ്രേക്ക് എന്ന ചിത്രം. തന്റെ മുഖവും ഭാവവും വില്ലൻ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായതിനാലാകണം നടന് പിന്നീട് കിട്ടിയത് മിക്കതും അത്തരം വേഷങ്ങളായിരുന്നു. സുരേഷ് ഗോപി പ്രധാന കഥാപാത്രമായി എത്തിയ വാഴുന്നോർ സിനിമയിലും ചെറിയൊരു വേഷത്തിൽ സിദ്ധരാജ് അഭിനയിച്ചു. IV ശശി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ശ്രദ്ധയിലും നടനെ പിന്നീട് പ്രേക്ഷകർ കണ്ടു. SP രാജശേഖരൻ IPS എന്ന കഥാപാത്രമായിട്ടാണ് നടൻ ആ സിനിമയിൽ എത്തിയത്. IV ശശിയുടെ തന്നെ 1000 മേനി എന്ന സിനിമയിലും പോലീസ് ഇൻസ്പെക്ടറായി സിദ്ധരാജ് അഭിനയിച്ചു. ഫോർട്ട് കൊച്ചി, കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്, നൊമ്പരം, സ്കെച്ച് തുടങ്ങിയ മലയാള സിനിമകളിലും നടൻ പിന്നീട് അഭിനയിച്ചു. എന്നാൽ വലിയ വിജയം നേടിയ സിനിമകളായിരുന്നില്ല ഇവയൊന്നും. പിന്നീട് നടനെ തേടി വന്നതിലേറെയും പോലീസ് കഥാപാത്രങ്ങളുമായിരുന്നു. കലാഭവൻ മണി നായകനായി എത്തിയ പ്രമുഖൻ, ജയസൂര്യ നായകനായ നല്ലവൻ തുടങ്ങിയ സിനിമകളിലും പോലീസ് യൂണിഫോമിലാണ് സിദ്ധരാജ് എത്തിയത്. ഇടയൻ, പകൽ പോലെ, ഒരു യക്ഷിക്കഥ, പള്ളിക്കെട്ട് തുടങ്ങിയ സിനിമകളിലും നടൻ അഭിനയിച്ചു. എന്നാൽ ജൂനിയർ മാൻഡ്രേക്ക് പോലെ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ പിന്നീട് നടനെ തേടിയെത്തിയില്ല എന്നതാണ് വാസ്തവം. നിരവധി ടെലിവിഷൻ സീരിയലുകളിലൂടെയും നടനെ പിന്നീട് പ്രേക്ഷകർ കണ്ടു. തൂവൽ സ്പർശം പോലെയുള്ള ജനപ്രിയ സീരിയലുകളിലെ നടന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. സീരിയൽ രംഗത്ത് ഇപ്പോഴും സജീവമാണ് സിദ്ധരാജ്. തൃശൂർ നാട്ടികയിൽ കുടുംബത്തോടൊപ്പം അദ്ദേഹം താമസിക്കുന്നു. ജൂനിയർ മാൻഡ്രേക്ക് എന്ന പ്രതിമയെ ഓർമ്മിക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ എക്കാലവും സിദ്ധരാജ് എന്ന നടന്റെ മുഖം തെളിയും. കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.